ഹലോ, കാറ്റ് കാലത്ത് കൈകാലുകളൊക്കെ മൊരിച്ചൽ വരാറില്ലേ? അപ്പോൾ എൻ്റെ കൈയും കാലൊക്കെ നന്നായി മൊരിഞ്ഞിരിക്കാറുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കോറുമ്പോഴൊക്കെ നമ്മുടെ പേരൊക്കെ കൈകാലുമ്മേൽ എഴുതാം, അത്രത്തോളം മൊരിഞ്ഞിട്ടാണ് ഇരിക്കാറ്. അതും തന്നെയല്ല, മൂക്കിൻ്റെ സൈഡുകളിലൊക്കെ നന്നായിട്ട് മൊരിച്ചൽ വരാറുണ്ട്. എൻ്റെ ഇവിടെയൊക്കെ പൗഡർ ഇടുമ്പോഴൊക്കെ നമുക്കത് തെളിഞ്ഞ് കാണാം മൊരിച്ചലൊക്കെ. അപ്പോൾ അതൊക്കെ മാറാൻ നല്ലൊരു മോയ്സ്ചറൈസ് ക്രീമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. അതിനാണ് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. മോയ്സ്ചറൈസ് ക്രീം തയ്യാറാക്കാനായിട്ട് വേണ്ടത് നെയ്യാണ്. അപ്പോൾ ഇത്രത്തോളം വലിയ ബോട്ടിലൊന്നും വാങ്ങാണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, അത് കാരണം ഞാൻ ഇത്ര വലിയ ബോട്ടിൽ കാണിച്ചു തന്നെന്നുള്ളൂ. ചെറിയ ബോട്ടിലൊക്കെ കിട്ടും. നമുക്ക് വേണ്ടത് 1 സ്പൂൺ മതി. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഒരാഴ്ചക്കുള്ളതാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഞാനപ്പോൾ ഇവിടെ ഒരു ചെറിയ സ്പൂൺ നെയ്യാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നെയ്യിൻ്റെ കോലം കണ്ടോ, ഇതിങ്ങനെയാണ് കേട്ടോ നമ്മുടെ നെയ്യ് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ പാലാണ് വേണ്ടത്. അത് ഞാൻ ചെറിയ ഈ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് 3 സ്പൂൺ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഇനി ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ പാട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഒരു ക്രീമി ഫോമിലാവണ വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും പോയി നമ്മുടെ മോയ്സ്ചറൈസ് ക്രീം തയ്യാറാക്കാനായിട്ട് നെയ്യ് വലിയ ബോട്ടിലൊന്നും വാങ്ങണ്ട. 10 രൂപയ്ക്ക് ചെറിയ പാക്കറ്റൊക്കെ കിട്ടും. 1 സ്പൂൺ നെയ്യ് കിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ അതിനുള്ള ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള നെയ്യ് വാങ്ങിച്ചാലും മതി. അപ്പോൾ മിക്സ് ചെയ്തപ്പോൾ കണ്ടോ നല്ല ക്രീമി ഫോമിൽ വന്നിട്ട് കേട്ടോ. നമ്മുടെ പാലും നെയ്യും കൂടി മിക്സ് ചെയ്തപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കാനാണ് കുറച്ച് പാട്. ബാക്കിയൊക്കെ സിമ്പിളാണ് കേട്ടോ. ഞാനപ്പോൾ നല്ലൊരു പോൺസിൻ്റെ ബോട്ടിലുണ്ടായിരുന്നു, അതിലാക്കി വെക്കുന്നുണ്ട്. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ. കണ്ടോ നമ്മുടെ ക്രീമിൻ്റെ കോലം. നല്ലൊരു മോയ്സ്ചറൈസ് ക്രീമാണ് കേട്ടോ. നമുക്ക് കാശ് കൊടുത്ത് കെമിക്കലൊന്നും അടങ്ങിയ മോയ്സ്ചറൈസ് ക്രീം ഒന്നും വാങ്ങണ്ട. നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസ് ക്രീം തയ്യാറാക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ ഫേസിലും കൈമേലും കാൽമേലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് അബ്സോർബ് ആയിക്കോളും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, താല്പര്യം ഇല്ലെങ്കിൽ മാത്രം നമ്മൾ കടലമാവ് അങ്ങനെ ഉപയോഗിച്ച് കഴിയാൽ മതി. അല്ലെങ്കിൽ നോർമൽ വാട്ടറിലായാലും വാഷ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ കൈയൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടും. മൊരിച്ചിൽ ഒട്ടും തന്നെ വരില്ല കേട്ടോ നമ്മുടെ ഈ ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ കാറ്റുകാലം കഴിയുന്നവരെ ഒരു ദിവസം വിട്ടിട്ടെങ്കിലും ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുക. അങ്ങനെ നമ്മുടെ മോയ്സ്ചറൈസ് ക്രീം തയ്യാറാക്കിയത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. നല്ലൊരു മോയ്സ്ചറൈസ് ക്രീമാണ് കേട്ടോ ഇത്. ഞാനപ്പോൾ ഇവിടെ ഒരാഴ്ചക്കുള്ളതാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഞാൻ ഇടയ്ക്ക് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാതിൽമ കൊടുന്ന സൗണ്ട് കേൾക്കേണ്ടത്, അതാണ് കേട്ടോ ഇടയ്ക്കിട്ട് അങ്ങോട്ട് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രീമി ഫോമിൽ നെയ്യും പാലും മിക്സ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇത് കുറേ ക്വാണ്ടിറ്റി ഒന്നും എടുത്ത് തേക്കേണ്ട, ഒരു ഡോട്ട് ഇത് ഇത്രത്തോളം എടുത്താൽ മതി കേട്ടോ. കൈമലായാലും കാൽമലായാലും ഫേസ്മലായാലും അപ്ലൈ ചെയ്യാനായിട്ട് ഇത്രത്തോളം എടുത്താൽ മതി. എന്നിട്ട് ഡോട്ടാക്കി കൊടുത്തതിന് ശേഷം നല്ലൊരു മസാജ് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മൊരിച്ചൽ മാറാൻ മാത്രമല്ല നമ്മുടെ ഉപയോഗിക്കുന്ന സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ചുളിവുകളും വരകളൊന്നും വരാതിരിക്കാനും ഇത് നല്ലതാണ് കേട്ടോ. നമ്മുടെ കണ്ണിനടിയിലൊക്കെ ചുളിവുകളൊക്കെ വരില്ലേ, അതൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ. കണ്ണിനടിയിലൊക്കെ നല്ലൊരു മസാജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചുളിവുകളൊക്കെ വരാണ്ടിരിക്കും. അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയും കിട്ടും, നല്ല സോഫ്റ്റും കിട്ടും കേട്ടോ. നല്ലൊരു ക്രീമാണ് കേട്ടോ ഇത് വന്നിട്ട്. ഞാനിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫേസിൽ നോക്കൂട്ടോ. ഒരു തരി പോലും എന്താ പറയുക മെഴുക്കൊന്നും കാണില്ല. വേഗം തന്നെ അബ്സോർബ് ആയിക്കോളും. നമ്മുടെ കണ്ണിനടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മസാജ് കൊടുക്കണം. അപ്പോൾ ഞാൻ വാതിൽ കൊടുക്കുന്ന സൗണ്ട് ഇട്ടപ്പോൾ അങ്ങോട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ച് വന്നിട്ട് അങ്ങനെ നമ്മുടെ കണ്ണിനടിയിലൊക്കെ നല്ലൊരു മസാജ് കൊടുക്കുക. ആ കണ്ണിനടിയിലെ ചുളിവുകളൊന്നും വരാണ്ടിരിക്കാനാണ്. നെറ്റിയിലൊക്കെയാണ് ചുളിവുകൾ കൂടുതലായി വരിക. അപ്പോൾ അവിടെയൊക്കെ നല്ലൊരു മസാജ് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല ഫേസിൽ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നെയ്യും പാലും മിക്സ് ചെയ്ത ക്രീം ഉപയോഗിച്ചിട്ട് ഒരു തരി പോലും മെഴുക്കിൻ്റെ ഒരു അംശമില്ല. നെയ്യ് പശമി ഒന്നും കിട്ടില്ല. വേഗം തന്നെ ഇത് അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ മാത്രം ഒന്നും കടലമാവ് അങ്ങനെ ഉപയോഗിച്ച് കഴുകുക, അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ അങ്ങനെ വാഷ് ചെയ്യുക. ഞാൻ എന്തായാലും വാഷ് ചെയ്യില്ല, അത് ഫേസിൽ വേഗം തന്നെ അബ്സോർബ് ആവുന്നുണ്ട്. എനിക്കപ്പോൾ ഇതങ്ങനെ എന്താ പറയുക ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. വേഗം തന്നെ അബ്സോർബ് ആവുന്നുണ്ട്. ഫേസിലുണ്ടെന്ന് തന്നെ തോന്നില്ല കേട്ടോ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എൻ്റെ കൈമലും കാൽമലും ഒക്കെ ഇതാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യാറ്. നല്ലൊരു സോഫ്റ്റാണ് കേട്ടോ എൻ്റെ കൈക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. കാലൊക്കെ നല്ല സോഫ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഈ കാറ്റുകാലം കഴിയുന്നവരെ നിങ്ങൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കും. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുക. മുരിച്ചിലൊക്കെ നന്നായി മാറിക്കോളും കേട്ടോ. പിന്നെ പ്രായമായുള്ളവരൊക്കെ ഇത് ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കും. നമ്മുടെ മുഖത്തെ ചുളിവുകളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. പോകണം കേട്ടോ. ഓക്കേ.